ഒരു വാഴ തൈക്ക് എത്ര രൂപ ഉള്ളതല്ലേ? ഞാൻ ചോദിച്ചത് പൂജാകർമ്മങ്ങൾക്ക് വരെ വാഴ ഉപയോഗമില്ലെന്ന് പറഞ്ഞാൽ ചെടിയുടെ വില എത്രയാണ്? ഇക്കെന്തിനൊക്കെ പേടിച്ചത്? എനിക്ക് പേടില്ല, നീ തല്ലുവെന്നുള്ള ഈ മറ്റേ മൂവിലൊക്കെ കാണുമ്പോ അതിന്റെ ഒരു അംശം പോലും ഇല്ല ശരിക്കുള്ള ശരിക്കും അതെങ്ങനെയാ ക്യാമറ ഒരു സീൻ കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞാണ് ജോമോൾ എന്തൊന്നും ഇണ്ടാത്തത്. സംസാരിക്കും എന്റെ അടുത്ത് നമ്പർ 12 വെളുപ്പിന് 4 വരെ പിന്നെ പറയരുത് ജോമോനെ ഒന്ന് സംസാരം നിർത്തുവോ, അവസാനം ബ്ലോക്ക് ചെയ്ത് പോകരുത് അവനാ. ഈ അച്ഛനും മകനും തമ്മിലുള്ള ഒരു ബന്ധം, അയ്യോ ബന്ധം ഉദ്ദേശിച്ചത് ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ്. ലൈക്ക് ഞാൻ എന്തൊരു മൂടാന്നാ ഞാൻ ചോദിച്ചത്. അയ്യോ നിങ്ങൾ തെറ്റായി കാണല്ലേ? ജോമോന് എത്ര പ്രായം തോന്നിക്കില്ല. നോബിചേട്ടൻ അനിയനായിട്ട് അഭിനയിക്കാനേ അത്ര പ്രായമല്ല ജോമോനുള്ളത്. പിന്നെ ജോമോനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. എന്റെ പോക്കറ്റിൽ പോപ്പിൻസും അവന്റെ പോക്കറ്റിൽ മുറുകാൻ മതിയെ. ശരിക്കും പറയാം നോബിചേട്ടൻ എത്ര വയസ്സായി? ദുൽഖർ ഞങ്ങൾക്ക് ഒരു അത്രയ്ക്ക് വേണമായിരുന്നു. പിന്നെ എനിക്ക് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റാൻ പറ്റുമോ? പോട്ട് 60 നിനക്ക് വൃത്തിയാവോ? ഇന്ത്യൻ സിനിമ ഗാലറിയുടെ പുതിയൊരു ചിറ്റാറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് എന്റെ കൂടെ വന്നിരിക്കുന്നത് നമ്മുടെ വാഴ ടീമാണ്. ഐ മീൻ വാഴ മൂവി ടീമാണ്. വാഴ ടീം തമിഴ്നാട്ടിൽ ലോറിയിൽ വാഴ ഓണത്തിന്. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇങ്ങനെയായി ചേട്ടൻ ടയർഡായിട്ട് ഇരിക്കാനല്ലേ? ഒരു പ്രശ്നമില്ല. ഒറ്റ പ്രശ്നമല്ല. നമ്മള് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കുറുക്കി കൊണ്ടുവന്ന ചോദ്യങ്ങൾ വരുമെന്നുള്ള ചെറിയ ടെൻഷനിൽ ജോമോൻ എന്നെ നോക്കുന്നു. ഏത്തവാഴയാ, അങ്ങനെ ഇങ്ങനെയൊന്നും തളരൂല അല്ലേ? അല്ല, ആക്ച്വലി നമ്മുടെ ഫിലിമിലെ മകൻ അച്ഛൻ പക്ഷെ അതെ മകനെ ഉപേക്ഷിച്ചു. അച്ഛൻ മിസ്സിംഗ് ആണ്. ആക്ച്വലി ഉണ്ടല്ലോ ഈ കാസ്റ്റിംഗില് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ രണ്ടുപേരെയാണ്. കാരണം ശരിക്കും അച്ഛനും മകനും പോലെ ഇല്ലേ? ഇവരുടെ ഒരു എല്ലാം ഇനി യഥാർത്ഥ ഇതിന്റെ ഒരു സത്യം ഞാൻ പറയാം. ഇക്കാവണ ദത്തെടുത്തത് അത് സിനിമയിൽ അത് ഇടയ്ക്ക് പറയുന്നതാണ്. ഇതെടുക്കുന്നത് അല്ല, ഇവര് മൊത്തം ഫേസ് കൊണ്ട് ഒക്കെ ഒരു സിമിലർ പോലെ. അപ്പൊ നിങ്ങൾ മാച്ചാൻ വേണ്ടിയിട്ടാണ് അവർ ഒരേപോലത്തെ സ്പെക്സ് വെച്ച് വന്നിരിക്കുന്നത്. അങ്ങനെ ആവട്ടെ. അപ്പനും മോനാന്നുള്ളൂ, രണ്ടുപേർക്ക് കണ്ണു കണ്ടുകൂടാ. അതിലൊരു സിമിലാരിറ്റി ഇല്ല. അത് നല്ല സിമിലാരിറ്റി ഉണ്ട്. ഇതിപ്പം ലൈക്ക് നമുക്ക് ടീസർ കണ്ടപ്പോൾ നമുക്കൊരു ഫുൾ ഒരു ഫൺ ഒരു സംഭവം പോലെ തോന്നിയത്. അപ്പോൾ നമ്മുടെ അടുത്ത് ഡയറക്ടർ സാറ് പറഞ്ഞു അത് മാത്രമല്ല ട്രെയിലർ വരുമ്പോൾ നിങ്ങൾക്ക് മൊത്തമായിട്ട് എന്താ പരിപാടി എന്ന് മനസ്സിലാവുന്നു. അപ്പം നമ്മൾ ജോമോനെ കുറെ പടത്തിൽ കാണുമ്പോഴും എപ്പോഴും ഭയങ്കര ഫൺ ഒരു എലമെന്റാണ് കണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ഒരു സീരിയസ് സാധനം ചെയ്യണം എന്ന് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ? പിന്നെ ആഗ്രഹമുണ്ട്. അത് പറയുമ്പോ തന്നെ അല്ല, സീരിയസ് ആയിട്ടുള്ള പരിപാടികൾ വരികയാണെന്നുണ്ടെങ്കിൽ ചെയ്യും. ഇപ്പൊ ഒന്നും അങ്ങനെ വരുന്നില്ല, എല്ലാ ഫണ്ണി പരിപാടികൾ വരുന്നത് ആണല്ലേ. പക്ഷെ സമ്മതിക്കണം കേട്ടോ ജോമോനെ, കാരണം ഈ ഇന്റർവ്യൂലൊക്കെ ഒരു ഇതില്ല, ഭയങ്കര ഒതുങ്ങിയിരിക്കുക. അല്ല, ഞാൻ ചോദിക്കണത് അങ്ങനെ ഒതുങ്ങിയിരിക്കുന്നവരെയാണോ ഇവിടെ ഏറ്റവും ആൾക്കാർക്ക് ഇഷ്ടം? ഞങ്ങൾ കുറച്ച് ഒതുങ്ങാൻ വേണ്ടി ഈ മറ്റേ മൂവിലൊക്കെ കാണുമ്പോ ഭയങ്കര ഹൈപ്പറല്ലേ? അതിന്റെ ഒരു അംശം പോലും ഇല്ല ശരിക്കുള്ള ശരിക്കും ഇങ്ങനെയാണ് സംസാരം. പക്ഷെ ക്യാമറ ഒരു സീൻ കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞാണ്. അതാ ഞാൻ പറഞ്ഞ സമ്മതിക്കണം. ജോമോന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മൊത്തം CCTV ക്യാമറ വെച്ചിരിക്കുന്നത്. ഇവൻ എവിടെ പോയാലും ഇവനെ അഴിഞ്ഞാണ്. എങ്ങനെ പോകുന്നു
എന്താ ജോമോൻ എന്തൊന്നും മിണ്ടാത്തത്? ഞാൻ എന്താ പറയാ, എന്റെ ജോമോൻ ഇത്രയൊക്കെ ജോമോൻ ഇങ്ങനെ കോംപ്ലിമെന്റ് കൊടുത്തോണ്ടിരിക്കുക, ഒന്നും പറയുന്നില്ല. അല്ല സംസാരിക്കും എന്റെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കും. നമ്പർ വിട്. 12 വെളുപ്പിന് 4 വരെ അവൻ വെറുത്താണ് സംസാരിച്ചത്. പിന്നെ പറയരുത് ജോമോനെ ഒന്ന് സംസാരം നിർത്തുവോ, അവസാനം ബ്ലോക്ക് ചെയ്ത് പോകരുത് അവനാ സംസാരം കഴിഞ്ഞ്. അല്ല ആക്ച്വലി ജോമോന്റെ എന്റെ സിസ്റ്റർ നല്ല കമ്പനി ആയിരുന്നു ഫിലിമില് വരണേക്കാൻ മുന്നേ. അപ്പം അവരിപ്പോ പിടങ്ങിയിട്ടുണ്ട്. ഞാൻ കേട്ടനറിയോ, ജോമോനും ഫേമസ് അല്ലേ? ഞാൻ കേട്ടനറിയോ, ജോമോനെ എന്നെ ഒരു സിസ്റ്ററായിട്ട് കാണാം. സോറി, സിസ്റ്റർ തന്നെയാണല്ലേ? സിസ്റ്ററാണ്. അതെ കണ്ടോ. മുദ്ര കുത്തി സോണാക്കി കളഞ്ഞു, സോൺ ചെയ്ത്. ആക്ച്വലി ജോബി ചേട്ടനും നസീർക്കും ഇതേപോലെ തന്നെയായിരുന്നു സെറ്റില്. സെറ്റിൽ ആ ക്യാരക്ടർ പിടിച്ചോണ്ട് ഭയങ്കര ഒരു ദേശീയ മുഖമായിരുന്നു എല്ലാവർക്കും. ക്യാരക്ടർ പിടിച്ചോണ്ട് ഓരോരുത്തർക്കും ഓരോ അച്ഛനും മക്കളും പല രീതിയിലാണ് പെരുമാറുന്നത്. അത് നമ്മുടെ തൊഴിലിടമാണ്. അവിടെ നമ്മൾ സീരിയസ് ആയെങ്കിൽ ഇവിടെ നമുക്ക് ചിരിച്ചിരിക്കാൻ പറ്റും. അപ്പൊ അവിടെ ക്യാമറ ഓഫ് ആണെങ്കിലും ഇതേപോലെ സീരിയസ് ആയിട്ടാണോ ഇരിക്കാറ്? ക്യാമറ ഓഫ് ആകുമ്പോ നമ്മൾ ചിരിക്കണ്ടേ? നമ്മള് അതായത് കുറെ പുലികൾ വാഴുന്ന സ്ഥലത്ത്, അതായത് ഇവര് അവിടെ ലൊക്കേഷനിൽ കുറെ ഞങ്ങളെ സിംഹങ്ങളെന്നാ കുറച്ച് പുലികൾ വാഴുന്ന സ്ഥലത്ത് പാവപ്പെട്ട ഒരു 5-6 സിംഹം. ഈ അഞ്ചാറ് സിനിമകൾ ആരാ? അങ്ങനെ കുറച്ച് പേരുണ്ട്. കൂട്ടിന് തേമാനുള്ള കുറച്ച് പേര്. ഇല്ല ഞങ്ങളപ്പന്മാര് അല്ല ഇവരായിരുന്നല്ലോ കംപ്ലീറ്റ്. അതിനിടയ്ക്ക് ഞങ്ങളെ ജോയിൻ ചെയ്തു. അപ്പൊ ഇവരെ തലത്തിലേക്കല്ല ഞങ്ങൾ ചെന്ന് കയറിയത്. അവിടെ അവരുടെ പിടിച്ചു നിൽക്കണ്ടേ ഞങ്ങൾക്ക്. അതെ, അപ്പൊ ഇവരാണ് കഥ കൊണ്ടുപോകുന്ന ആൾക്കാര് ആണോ? അച്ഛന്മാരും മക്കളെയും പെർസ്പെക്റ്റീവിലാണ് മൂവി. അച്ഛന്മാരുള്ളതുകൊണ്ടാണല്ലോ ഇവർക്ക് എങ്ങനെയാണ് ആക്ച്വലി ഈ അച്ഛനും മകനും തമ്മിലുള്ള ഒരു ബന്ധം? അയ്യോ, ബന്ധം ഉദ്ദേശിച്ചത് ആ ഒരു അല്ല ഞാൻ ഉദ്ദേശിച്ചത് ലൈക്ക് മനസ്സിലായോ? അപ്പൊ അച്ഛനും മകനാണ് ഞാൻ ഉദ്ദേശിച്ചത്. എങ്ങനത്തെ ഒരു മൂഡ് ഓഫ് അല്ല ഞങ്ങളെ നേരത്തെ ഇന്റർവ്യൂ ചെയ്ത 2 പിള്ളേർ അതുവഴി സംസാരിച്ചുകൊണ്ട് പോയി. നമ്മൾ എന്തിനു ചോദിച്ചത് അവർ എന്തിനു പറഞ്ഞത് ഇപ്പോഴും അവർക്ക് മനസ്സിലാവാൻ നടക്കുകയാണ്. എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് ചോദിച്ചേട്ടാ ചേട്ടാ ഞാൻ എന്തായാലും ചോദിച്ചു. അങ്ങനെ കുഴപ്പമില്ലല്ലോ. ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ്. അപ്പൊ അച്ഛനും മകനും തമ്മിലുള്ള ഒന്നുമില്ല, റിലേഷൻഷിപ്പ് ലൈക്ക് ഞാൻ എന്തൊരു മൂഡാന്നാ ഞാൻ ചോദിച്ചത്. അയ്യോ നിങ്ങൾ തെറ്റായി കാണല്ലേ? കാരണം എന്താണെന്നറിയോ? അതായത് ഞാൻ പറഞ്ഞു ടീച്ചറില് ലൈക്ക് ജോമോൻ പറയണ്ടല്ലോ എനിക്ക് എഞ്ചിനീയർ ആവണം എന്ന് പറയുന്നില്ലേ? അപ്പൊ ലൈക്ക് ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാദർ ആണോ അതോ ഭയങ്കര അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. 6 അച്ഛന്മാരും 6 മക്കളുമാണ്. ഈ 6 അച്ഛന്മാരും 6 വ്യത്യസ്തമാർന്ന സ്വഭാവ രീതികളുള്ള അച്ഛന്മാരാണ്. അവരും ആ മക്കളും തമ്മിലുള്ള കഥയാണ് ഈ പറഞ്ഞു പോകുന്നത് ഈ സിനിമ എന്ന് പറയുന്നത്. അത് ഈ മക്കളുടെ ജനനം തൊട്ട് 24-25 വയസ്സ് വരെ അവരൊരു എന്താ പഠിത്തം കഴിഞ്ഞിട്ട് ജോലി സ്വീകരിക്കാൻ പോകുന്നത് വരെയുള്ള ആ കാലഘട്ടത്തിനകത്ത് നടക്കുന്ന കഥയാണ്. അതിൽ തമാശകൾ ചേർത്തിട്ട് ഈ സ്കൂൾ കാലഘട്ടവും കോളേജ് കാലഘട്ടവും ഒക്കെ കടന്ന് പിന്നീട് നമ്മുടെ ഫാമിലി ഇമോഷൻസും ഒക്കെ ചേർന്നൊരു പടമാണ്. അതെ, ഇപ്പം റോഷാക്ക് മൂവി കഴിഞ്ഞപ്പം നസീർക്ക് പറഞ്ഞായിരുന്നു ഇതുവരെ ഞാൻ ഫിലിംസ് വരുന്നതൊക്കെ സെലക്ട് ചെയ്യാം, പക്ഷെ ഇനി മുതൽ എനിക്ക് കുറച്ചുകൂടി സെലക്റ്റീവ് ആയിട്ട് ഏത് നല്ല സ്ക്രിപ്റ്റ് ഒന്ന് നോക്കി തിരഞ്ഞെടുക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. ഓർമ്മ അല്ല ഇപ്പൊ ഈ ഒരു സ്ക്രിപ്റ്റ് കണ്ടപ്പോ എന്തെങ്കിലും ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയായിരുന്നോ? ഇതിന്റെ സ്ക്രിപ്റ്റ് മുഴുവൻ വായിച്ചാണ് ഞാൻ. പിന്നെ എനിക്ക് ആ ഭയങ്കര എന്നെ സംബന്ധിച്ചിടത്തോളം
ഇവര് മൊത്തം പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ അവരോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് പുതിയ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ അഭിനയിച്ചു വന്ന രീതികളൊന്നും അല്ല ഇവര് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യം. ഇപ്പൊ ഫസ്റ്റ് അഭിനയിക്കാമെന്ന് പറയുമ്പോൾ എന്റെ ഒരു സ്ഥിരം ഇരിക്കുന്ന കുറെ സ്റ്റോക്ക് ഉണ്ട്. വർഷങ്ങളായിട്ട് ഞാൻ സൂക്ഷിച്ചിരിക്കുന്ന എന്റെ അഭിനയത്തിന്റെ കുറെ സ്റ്റോക്ക്, അതായിരിക്കും ആദ്യം വിളമ്പുന്നത്. അത് തന്നെ ഫസ്റ്റ് തന്നെ വളരെ വേണ്ടാന്ന് പറയും. പിന്നെ ഇവരൊക്കെ നമ്മളോട് അഭിനയിക്കുമ്പോൾ അവര് വളരെ ഈസി ആയിട്ട് ക്യാമറ ബിഹേവ് ചെയ്യുന്ന ആൾക്കാരാണ്. വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം അത് ഈ പുതിയ തലമുറയുടെ ഒരു പ്രത്യേകതയായിരിക്കാം. ഞങ്ങളൊക്കെ വന്ന പോലുള്ള ഒരു പേടിയോ ഭയമോ ഒക്കെ ഇവർക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ അളവിലുണ്ടോ എന്ന് എനിക്കറിയില്ല. പേടിയൊക്കെ ഉണ്ടാവും, പക്ഷെ ആ അളവിലുണ്ടോ എന്ന് എനിക്കറിയില്ല. വളരെ വളരെ കൂളായിട്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നമുക്കാണ് പേടി ഇവരോടൊപ്പം ഇത്ര ഈസി ആയിട്ട് ബിഹേവ് ചെയ്ത് പോകണമല്ലോ. നിങ്ങളെ പേടിപ്പിക്കുന്നു. ഞാൻ ആക്ച്വലി അത് ചോദിക്കാമായിരുന്നു. കാരണം എന്നിട്ടും നീ അത് മറച്ചു വെച്ച് എങ്ങനെയുള്ള എത്ര എക്സ്പീരിയൻസ് ഒരുപാടല്ലോ. അപ്പൊ അവരെ കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എക്സ്പെക്ടേഷൻ ഒക്കെ മീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു പേടി. അത് ഞാൻ ആക്ച്വലി ചോദിക്കാമായിരുന്നു. കാരണം നസീർക്ക് കുറെ കാലമായിട്ടൊക്കെ ചെയ്തു വരണതാണല്ലോ. കൊറേ പ്രായമായി തിരുവിതാംകൂർ കൊട്ടാരത്തിൽ അപ്പൊ ഇപ്പൊ പുതിയ ന്യൂജൻ പിള്ളേരായിട്ട് വരുന്നു. ലൈക്ക് ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ടോ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല, എല്ലാവരും നമ്മളിപ്പോ വന്നു കുറെ കാലമായി എന്നുള്ളത് കാണുന്നവർക്ക് തോന്നുന്നല്ലേ. നമ്മള് സിനിമയിലാണ് അച്ഛനും മക്കളുമായിട്ട് അവര് ഞങ്ങളെല്ലാരും ഒരു 5-6 വയസ്സിന്റെ ഡിഫറൻറ്റേ ഉള്ളൂ. സത്യം പറയണോ നോബി ചേട്ടാ, ഇവിടെ നുണ പറയാൻ പാടില്ല. എങ്ങനെയാടാ ഒരു ചാനലിന് മുമ്പിൽ ഇരുന്ന് നമ്മളെ വിശ്വസിച്ച് പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകരുടെ മുമ്പിൽ ഇരുന്ന് നിനക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത്? അവന് 4-5 വയസ്സിന് വ്യത്യാസമുള്ളൂ. യഥാർത്ഥത്തിൽ എന്നെ ആനന്ദ് ആദ്യം വിളിക്കുന്ന ഒരു ചേട്ടനായിട്ട് അഭിനയിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ ഇല്ല ചേട്ടാ. ആണോ ആനന്ദേട്ടാ? പക്ഷെ ജോമോൻ അത്ര പ്രായം തോന്നിക്കില്ലല്ലോ അനിയനായിട്ട് അഭിനയിക്കാൻ. നോബി ചേട്ടൻ അനിയനായിട്ട് അഭിനയിക്കാനേ അത്ര പ്രായമല്ല ജോമോനുള്ളത്. ജോമോനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. എന്റെ പോക്കറ്റിൽ പോപ്പിൻസും അവന്റെ പോക്കറ്റിൽ മുറുകാൻ മതിയായി. എന്റെ പോക്കറ്റ് പോപ്പിൻസും അവന്റെ പോക്കറ്റിൽ മുറുകാൻ മതിയായി. പറഞ്ഞു ചോദിക്കാം. ശരിക്കും പറയാം ജോബി ചേട്ടൻ എത്ര വയസ്സായി? എനിക്ക് പറയാൻ ഒരു മടിയില്ല. 34. തമാശ പറയരുത്, സത്യം പറയണം. 34 ഒന്നല്ല, പിന്നെ തിരിച്ചിടാൻ അവിടെ 10 വർഷം മുമ്പ് അവിടുത്തെ ഡയറക്ടർ പറയാം തിരിച്ചിട്ടാ മതി. ഞാനും പൃഥ്വിരാജ് ഒരു പ്രായം എന്നിട്ട് പൈസ പറയുന്നില്ല. അങ്ങനെ ഞാനും പൃഥ്വിരാജ് ഞങ്ങളൊക്കെ ഒരു പ്രായം. ഞാനും പൃഥ്വിരാജ് ദുൽഖർ ഞങ്ങളൊക്കെ ഒരു പ്രായം. അത്രയ്ക്ക് വേണമായിരുന്നോ? പിന്നെ എനിക്ക് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റാൻ പറ്റുമോ? സെയിം ഡേറ്റ് ഓഫ് ബർത്ത് ആണോ? ആണോ? പ്രായക്കുറവാന്ന് അല്ല ഞാൻ വെച്ചിങ്ങനെ പറഞ്ഞപ്പോ മനസ്സുകൊണ്ട് അതാ ഉദ്ദേശിച്ചത്. മനസ്സുകൊണ്ട് പ്രായക്കുറവാണോ? അല്ലെങ്കിൽ പ്രായക്കുറവാണത്. സർട്ടിഫിക്കറ്റ് കാണണോ? അങ്ങനൊന്നും ഇല്ല. അതിനെ രക്ഷപ്പെടാം. അതെ ഗൂഗിള് വിക്കിപീഡിയ ഒക്കെ എടുത്താ കിട്ടില്ലേ വയസ്സ്? വെറുതെ എന്തിനാ കള്ളം പറയണേ? വിക്കിപീഡിയ ഞാൻ കുറച്ചാണ് ഇട്ടേക്കുന്നത്. അല്ല വിക്കിപീഡിയ കൂടുതലാണ് ഇട്ടേക്കണം. ആരും എന്നെ പറ്റിക്കാൻ വേണ്ടി എന്റെ വയസ്സ് കൂടുതൽ ഇട്ടേക്കുന്നത് വിക്കിപീഡിയ. അത് ആരാണെന്ന് അറിയില്ല. ഇപ്പോഴും ഞാൻ അത് ചികഞ്ഞോണ്ടിരിക്കുകയാണ് ആരാണ് അതിന്റെ പിന്നിലെന്ന്. ആരെ പോട്ട് 60 നിനക്ക് ഇഷ്ടം തൃപ്തിയാവോ?
അല്ല നമുക്കത് എത്ര ആട്ടെ നോബി ചേട്ടന് അധികം പ്രായമായിട്ടില്ല 34 വയസ്സ് അല്ല നസീർക്ക അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല 35. ഇത് ആക്ച്വലി നിങ്ങള് സെറ്റില് ഭയങ്കര ഫണ്ടായിരിക്കും ഇങ്ങനത്തെ ഇവര് മൊത്തം ക്രൂരും അത് നല്ല വൈബുള്ള ആൾക്കാര് അല്ലേ. അപ്പം അവിടെ തമാശ പറയാൻ ഇതേപോലെ ചിരിക്കാനുള്ള സമയമൊന്നുമില്ലായിരുന്നു. നമ്മുടെ ടൈറ്റ് ഷൂട്ടാണ് ഭയങ്കര. അത്രയും സ്ട്രിക്റ്റ് ആയിരുന്നോ ഡയറക്ടർ? നമുക്കറിയാമല്ലോ ഇത് വളരെ സംഭവം തമാശ ഉള്ള പടമാണോ അതൊന്നുമല്ല, ഇത് എടുക്കുന്നത് സീരിയസ് ആയിട്ടാണല്ലോ. അതാണ്. അപ്പൊ ആ സീരിയസ് നമ്മള് കളയാൻ പാടില്ല. അല്ല അവിടെ അങ്ങനെ വേറെ ടൈമെന്ന് പോകുന്നു. അവിടെ കിട്ടുന്ന സമയത്തെല്ലാം സീൻ എടുക്കുമായിരുന്നു ഡയറക്ടർ. കാര്യം ഇവരൊന്നും കിട്ടാനില്ലല്ലോ. അവൻ വിട്ടാ എല്ലാം അവിടെ ഗുരുവായൂർ അമ്പലം ഓടിക്കളയും. അവിടെ ബിബിൻ വെളിയിൽ വണ്ടി ഇട്ടോണ്ട് ഇപ്പൊ സ്കൂളിന്റെ വെളിയിൽ അടുത്ത് ഇവിടെ കഴിഞ്ഞൊന്ന് കയറി ഞാൻ ഗുരുവായൂർ അമ്പലം ക്ലൈമാക്സ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം വേണ്ടി സ്കൂൾ വിട്ട് വിളിക്കാൻ പോയി. അതുപോലെ അന്നത്തെ കാസുകളിലെ കുറെ പേര് ഒരേപോലെ ഉണ്ട് അല്ലേ? അത് അവര് പെടുന്നലുണ്ടല്ലോ. അപ്പുറത്ത് പുറത്ത് മാറി മാറി. ഇതിനിടയില് തടി കുറച്ചായിരുന്നല്ലായിരുന്നു. കാലഘട്ടം തൊട്ട് ഇങ്ങനെ ഉള്ള ഒരു മാറ്റമില്ലേ, അതിനു വേണ്ടിട്ട് തടി കുറച്ച് പിന്നെ പൊട്ടി താടി വെച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ പ്രോസസ്സിംഗ് ഇടയ്ക്ക് നടക്കുന്നുണ്ട്. അതിനിടയിൽ ഗുരുവായൂർ അമിതും സിജുവും സാഫും ജോമോൻ എല്ലാരും തടി കൂട്ടിയിട്ടുണ്ട് കുറച്ച്. ഇല്ല എന്റേത് എനിക്ക് ഡൗട്ടാണ്. ബാക്കി എനിക്ക് ആദ്യമേ തടിയുള്ള ക്യാരക്ടറാണ്. അതുകൊണ്ട് ബാക്കി തടി കുറയ്ക്കാൻ വേണ്ടി റൂം എടുത്ത് കൊടുത്തത് മാപ്പറണ ഷാപ്പിന്റെ ഫ്രണ്ടിൽ. അവിടെ അരയല്ലോ പൊൻപാലൊഴിച്ച് ബാക്കി എല്ലാം അവിടെ റൂം എടുത്തു. പാവച്ചൊക്കെ ഒന്നരയുടെ സൈഡിലിരിക്കുക. കറക്റ്റ് ആയിട്ടെല്ലാം നോക്കാറുണ്ട്. അപ്പം ഞാനായാലും ഒരുപാട് കോണ്ടന്റ് ഇതേപോലെ ഇൻസ്റ്റാഗ്രാമില് ഇട്ട് വരുന്നു, അങ്ങനെയല്ലേ ഫേമസ് ആവുന്നത്. ആക്ച്വലി സത്യം പറഞ്ഞാൽ ഇവരുടെ ഒരു ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ടാണ് നിങ്ങൾ രണ്ടുപേരും ചേട്ടനും അനിയനും ചെയ്യാറ്. ഇത് ആരാണ് ഈ ഒരു കോൺസെപ്റ്റിന്റെ ബാക്കിൽ? ആരാണ് ഇത് കണ്ടുപിടിക്കുന്നത് ഇത്ര വെറൈറ്റി സാധനങ്ങള്? അല്ല കോണ്ടന്റ് ഫസ്റ്റ് ഐഡിയ രണ്ടാൾക്കും ആർക്കും വേണമെങ്കിലും കിട്ടും. അതൊന്ന് ഡെവലപ്പ് ചെയ്ത് ഞങ്ങൾ ഓൺ ദ സ്പോട്ടില് എടുത്തോണ്ടിരിക്കുമ്പോഴാ അതെ കംപ്ലീറ്റ് ഒരിക്കലല്ല, രണ്ടുപേർക്കും കിട്ടും. മെജോറിറ്റി അവനായിരിക്കും കിട്ടുണ്ടാവുക. വീട്ടിൽ പോയി അടി ഉണ്ടാകും. നിങ്ങൾ ട്വിൻസ് ആണോ? അല്ല ബ്രദേഴ്സ്, ട്വിൻസ് അല്ല. അല്ല എത്ര വയസ്സല്ല? 4 വയസ്സ്. എന്താ പെട്ടെന്ന് എന്റെ വയസ്സ് ചോദിച്ചല്ലേ? സാഫാണ് ആക്ച്വലി. ചെറിയ സാഫ് എന്നുള്ള പേര് ആരാ ഷോർട്ട് ആക്കിയത്? ഉപ്പാന്റെ പേര് എന്തോ അല്ലേ? അല്ല ഞാനങ്ങനെ കേട്ടായിരുന്നു. ഞാനേ ലൈക്ക് ഉപ്പാന്റെ പേര് ഷോർട്ട് ആക്കിയിട്ട് ഇട്ടതാന്ന് എനിക്ക് അല്ലല്ലോ, ഒരിക്കലല്ല. അവന്റെ പേര് സഫ്വാൻ എന്നാണ്. അതിലൊരു ഏ കൂടെ ആഡ് ചെയ്ത് ബാക്കിയൊക്കെ കട്ട് ചെയ്ത്. അപ്പൊ അനു സാഫ് അങ്ങനെ എന്തോ ഇല്ലേ? അല്ലല്ല, അത് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യണേ. അപ്പൊ ആ പേര് അങ്ങനെ വന്നതാ. എന്റെ പേര് അനു ആണല്ലേ? ഞാൻ ആക്ച്വലി ഷോർട്ട് ആക്കിയതാന്ന്. അല്ല അപ്പൊ അവന്റെ ഒറിജിനൽ പേര് എന്താണ്? സഫ്വാൻ. സഫാൻ. സാഫ് ബോയ് എന്നോട്ടാണ് അറിയപ്പെടുന്നത്. അത് ക്ലിക്കായ പേര്. സാഫ് ബോയ് ഒക്കെ മാറ്റി പിടിച്ചല്ല പേര്. കോട്ടയം സാഫ്. കോട്ടയം സാഫ്. നോബി ചേട്ടന്റെ പേര് പറയിച്ചല്ലേ? നോബി. നോബി ബോയ് എന്നിട്ട് ആരും അംഗീകരിക്കില്ല. അതാരും അംഗീകരിക്കില്ല. ഇപ്പൊ ആക്ച്വലി നമ്മള് എപ്പോ കാണുമ്പോഴായാലും നോബിചേട്ടൻ ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കുന്ന ആള്. പക്ഷെ ആക്ച്വലി ബിഗ് ബോസിലാണ് നമ്മള് നോബിചേട്ടൻ ഒരുപാട് കഥകൾ കേൾക്കുന്നത് അല്ലേ? ആണ്, ഇതൊന്നും ഓർമ്മയില്ലേ? ഒരുപാട് കഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നോബിചേട്ടൻ പറഞ്ഞായിരുന്നു ആ സമയം. അതൊക്കെ പണ്ടത്തെ കാര്യമല്ലേ? പണ്ട്. എന്നിട്ട് ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഇതായി നിൽക്കുമ്പോ എന്ത് തോന്നുന്നു നോബിചേട്ടന്? സന്തോഷം. സന്തോഷം, അതൊക്കെ സന്തോഷം. സങ്കടം പിടിച്ച സന്തോഷം പോലെ ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പിയാണ് സത്യം. അത് ഞാൻ ഏത് കാലത്ത് നോബിയെ കാണുന്നോ അപ്പോഴൊക്കെ നോബി നല്ല വളരെ പ്രസന്റ് ആയിട്ട് ചിരിച്ച് നിൽക്കുന്ന ഒരാളാണ്.
ഇങ്ങനെ തേങ്ങ ചെയ്യും. ഇന്ന് എത്രയാണ് തീയതി? തിയറിയോ? ഇന്ന് തീയതി എത്രയാണെന്ന് അറിയോ? ഇന്നത്തെ ഡേറ്റ് അറിയോ? മനസ്സിലായി, അതായിരിക്കും 4-ാം തീയതി. 5-ാം തീയതി എന്റെ ലോൺ പിടിക്കണം ദിവസം. അപ്പൊ ഈ 4-ാം തീയതി ഞാൻ സന്തോഷത്തോടെ ഞാനൊന്ന് സന്തോഷിക്കട്ടെ. നാളെ ഉച്ചയ്ക്ക് 12 മണി അത് കഴിയുമ്പോ ടിങ് ടിങ് 2 ബെല്ല് കേൾക്കും 1:30. പിന്നെ ഫോൺ എടുത്ത് നോക്കുമ്പോ മൊത്തത്തിൽ ഒരു 6-ാം തീയതി. ലോണില്ലല്ലോ? ഉണ്ട്. ആ ഇല്ലല്ലോ. എന്താ ചെയ്യാ, ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. ആക്ച്വലി ഇതിൽ ഈ എഴുതി വെച്ചേക്കുന്ന ഉദ്ദേശം എന്താ? കൂട്ടി കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായി? പറ്റും. 6+3 = 8 ഒന്നും അവിടെ എഴുതി വെച്ച സ്ഥലത്ത് ഒരു ഫോട്ടോ എടുത്തേ ഉള്ളൂ. സ്കൂളിലോ? പേരെന്താണ്? പൂർണിമ. പൂർണിമ ആദ്യവർഷം പി. പിന്നെ പൂർണിമ ആദ്യവർഷം പി അല്ലേ? ആ. ലൈൻ ഉണ്ടായിരുന്നോ എന്തേ? സ്കൂളിൽ പഠിക്കുമ്പോ പ്രേമം? കോളേജ് പഠിക്കുമ്പോ ഒന്നെങ്കിലും? കോളേജ് കഴിഞ്ഞിട്ടായിരുന്നു. എന്തൊരു പേരെന്താണ്? അത് ബ്രേക്കപ്പ് ആയി പോയി. ബ്രേക്കപ്പ് അല്ല, എന്നാലും പുള്ളി എവിടെയെങ്കിലും ചെവരില്ലെങ്കിലും പച്ചല വെച്ച് എഴുതി കാണും പിയും അവന്റെ അക്ഷരവും. പി ലവ് ഇട്ടിട്ട് അവന്റെ ആദ്യത്തെ അക്ഷരം. അവന്റെയും പി തന്നെയായിരുന്നു. മൊത്തത്തിൽ കോളേജ് അവരുടെ കല്യാണം കഴിഞ്ഞില്ലല്ലോ. അപ്പൊ ഇന്റർവ്യൂ ഇറങ്ങണേന്റെ ഒന്നും ഇഡ്ഡലി വിട്ടു അവന്റെ തലയിൽ അറിയാക്കി. നമ്മള് തമ്മിൽ കുറെ പ്രായ വ്യത്യാസം. ഓ, നിങ്ങളുടെ മാത്രമല്ല ഞാൻ കേറിയിട്ടില്ല. അത് ആക്ച്വലി എനിക്ക് കാണാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലമാട്ടോ. കാരണം ഇതേപോലെ കുറെ കേട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ കുറെ ചിത്രങ്ങൾ ആ ചുമലാണ് നിങ്ങളുടെ കലകൾ ഉണ്ടാവുക അല്ലേ? നീ പോയിട്ടില്ലേ? നീ സ്കൂളിൽ പോയിട്ടില്ലേ? അല്ല, ഞാൻ കണ്ടിട്ടില്ല. ഈ കൊച്ചിയില് ഇവിടെ ദർബാർ ആർട്ട് അടക്കമുള്ള പല സ്ഥലങ്ങളിൽ എത്രയോ വലിയ ചിത്രകാരന്മാരുടെ ചിത്രപ്രദർശനം നടക്കുന്നുണ്ട്. അതൊന്നും അതെ, അതൊക്കെ നമുക്ക് ആവശ്യം നമ്മൾ കാണാത്തതാണല്ലോ. ആക്ച്വലി എനിക്ക് പെട്ടതുണ്ടല്ലോ സിനിമയുടെ പേര് വാഴ. നോബിചേട്ടനും ഇതേപോലെ വാഴ എന്നുള്ളൊരു പേര് തന്നായിരുന്നു ഒരു സമയത്ത്. അതിപ്പോഴും മാറിയിട്ടില്ലല്ലോ. നിങ്ങൾക്കറിയോ അത്? ബിഗ് ബോസിലെ ടൈം ആയിരിക്കും ഉദ്ദേശിച്ചത്. പറഞ്ഞു കൊടുക്കും നോബിച്ചേട്ടാ. അത് നല്ല കാര്യമല്ലേ? വാഴ. അത് ബിഗ് ബോസിൽ സംസാരിക്കാതെ ഇരിക്കുന്നവർക്ക് കിട്ടുന്ന പേരാണ് വാഴ. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ ഇരിപ്പുണ്ട് ഇവിടെ. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്. അന്ന് ഞാൻ ആരെങ്കിലും പഠിച്ച് വഴക്കുറണ ആൾക്കാരിലൂടെ ഏറെ കയറ്റണം. ഞാൻ അവിടുന്ന് മഹാരാഷ്ട്രയിലോട്ട് നാട് വിടണം. എന്നെ അറിയാത്ത കുറെ ഹിന്ദിക്കാരുടെ ഞാൻ ജീവിക്കണം അല്ലേ? അപ്പൊ അതായിരുന്നു ഉദ്ദേശം. അല്ല, എന്നാലും ഇടയ്ക്ക് എയറിലൊക്കെ വരാറുണ്ടല്ലോ. ആര്? ഇല്ലേ? വീട്ടിന്റെ പേര് തന്നെ ശ്രീഹരിക്കോട്ട എന്നാക്കാൻ പോകുന്നു. എപ്പോഴും ഓക്കെ. അപ്പൊ എന്തായാലും ഈ വാഴ എന്ന് പറയുമ്പം ആൾക്കാർ എപ്പോഴും ഒരു യൂസ്ലെസ് സാധനമായിട്ടാണ് പറയുന്നത്. എന്നാരാണ് പറഞ്ഞത്? ഒരിക്കലും അങ്ങനെ പറയുന്നത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? വാഴ യൂസ്ലെസ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു യൂസ്ലെസ് ഒരു റോഡിന്റെ കട്ടർ ഉണ്ടെങ്കിൽ അവിടെ ഒരു വാഴ ഉണ്ട്. റോഡിൽ കുഴിയുണ്ടെങ്കിൽ അവിടെ വാഴ ആരോടെ പ്ലാവ്. ഇവനെയൊക്കെ ജന്മം കൊടുത്ത സമയത്ത് പകരൊരു വാഴ വെച്ചാൽ മതിയായിരുന്നു പറയുന്നത്. എന്ന് പറഞ്ഞാൽ വാഴ ഇവനെക്കാളും ശ്രേഷ്ഠമായതുകൊണ്ടാണ്. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. അതറിയില്ലേ? ചെടികളുടെ ഏറ്റവും വലിയ ചെടിയാണ് വാഴ. അതിന്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗിക്കാം. അല്ലല്ല, ലൈക് നീയൊക്കെ ഒരു വാഴയാണല്ലോ എന്നൊക്കെ ഇപ്പൊ ആൾക്കാർ ഉപയോഗിക്കാറുണ്ട് കേട്ടാ. ആര് പറഞ്ഞു? നിങ്ങള് അവിടെ അറിയാം. ഞങ്ങള് ആന്ധ്രയിൽ നിന്ന് വന്നവരല്ല. ചില ആൾക്കാർ അങ്ങനെ പറയാറുണ്ട്. ആരാണ് പറയണത് വാഴ അങ്ങനെ? ഇല്ലേ? അതെന്താ മോശം വേടാണെന്ന് തനിക്ക് മനസ്സിലാവുന്നില്ല. മോശം വേടാന്നല്ല പറഞ്ഞത്. ചിലവർ അതിനെ മോശം വേടാക്കിയിട്ട് പറയുന്നു എന്നാ ഞാൻ പറഞ്ഞത്.
ആരാണ് അങ്ങനെ പറയുന്നത്? ചിലവർ. അങ്ങനെ പറയുന്ന ഒരു കഥ ഈ സിനിമ വരുമ്പോഴത്തേക്കും അതെങ്ങനെ ഒരു ഡയറക്ടർ പരിധി വരെ. ഓക്കെ. അപ്പൊ എന്തായാലും ഞാൻ നേരത്തെ അവരോടും ചോദിച്ച കാര്യം തന്നെ ചോദിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ പറഞ്ഞില്ലേ വാഴ ഭയങ്കര യൂസ്ഫുൾ ആന്നുള്ളത്. അതെ. അപ്പൊ എന്നാ വാഴേനെ പറ്റിയിട്ട് എല്ലാവരും ഒരു 2 യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. വാഴയുടെ പഴം നമ്മൾ കഴിക്കും, അതിന്റെ തൊലി ആട്ടിന് കൊടുക്കും, എല്ലാം വെട്ടി എന്നിട്ട് ആട്ടിന് മട്ട കറി വെച്ചിട്ട് അതിന്റെ കൂമ്പ് കൊണ്ട് തോരൻ. സാരിയുണ്ട്. സാരി ഉണ്ടോ? വാഴയൊന്നും വേസ്റ്റ് ആകുന്നില്ല. ഫോൺ വീണു. എന്റെ കുറച്ച് എന്റെ ഓക്കെ. നസീർക്ക പറ. പിന്നെ വാഴ പോളയില്ലേ, അതെടുത്തിട്ട് ഈ പൂജാകർമ്മങ്ങൾക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പൂവുകളും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി എടുക്കാറുണ്ട്. കാർത്തിക എന്ന് കേട്ടിട്ടുണ്ട്. മറ്റേ പിണ്ടി വിളക്കുകൾ വരും. കാർത്തിക വിളക്ക് വാഴയിലല്ലേ ഉണ്ടാക്കുന്നത്? കാർത്തിക വിളക്ക് വയ്ക്കുന്ന വാഴയിലല്ലേ? ഏതൊരു ക്ഷേത്ര ചടങ്ങുകൾക്കും വാഴ വേണം. മനസ്സിലായോ? ഇതിൽ കൂടെ എന്തോ വാഴയ്ക്ക് പോലും ഇങ്ങനെ പറയാൻ പറ്റില്ല. ഞങ്ങൾ അത്രയും തള്ളി കഴിക്കും. അതെ, വാഴനെ പറ്റി കുറെ കാര്യങ്ങൾ പറഞ്ഞു. സിനിമേനെ പറ്റിയിട്ടും ഇവര് കുറെ കാര്യം. ഒരു വാഴ തൈക്ക് എത്ര രൂപ അല്ലേ? അറിയാമോ? പല വിലക്കും കിട്ടും. പക്ഷെ ഞങ്ങളുടെ വീടിന്റെ അവിടെ കുറെ വാഴത്തോപ്പങ്ങളുണ്ട്. വാഴത്തോപ്പുണ്ട്. അവിടെ റോസ് തോട്ടം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ വയലില്? ഞാൻ ചോദിച്ചത് പൂജാകർമ്മങ്ങൾക്ക് വരെ വാഴ ഉപയോഗമില്ലെന്ന് പറഞ്ഞാൽ ആന്തോറിയം ചെടിയുടെ വില എത്രയാണ് ചോദിക്കണം. CBI ചോദ്യം ചെയ്യപ്പെടാൻ ഞാൻ ചോദിച്ചു, ഒരു ചെടി ആന്തോറിയം ഒരു ചെടിക്ക് എത്ര രൂപയാണ് വില? ചെടി ക്രൈസ് ഇല്ല, അതിനുള്ള ക്രൈസ് ഇല്ലല്ലേ? ചെടി മേടിച്ചിങ്ങനെ ക്രൈസ് ഒന്നും ഇല്ല. ചേട്ടനുണ്ടോ? ചേട്ടനുണ്ടോ? കഞ്ചാവ് ചെടി അല്ല, എന്നോട് ചോദിച്ചിട്ടുണ്ടോന്ന് വിലയൊക്കെ ചോദിക്കുന്നത്. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ ചേട്ടൻ ചെടിയുടെ ക്രൈസ് ഉണ്ടെന്നല്ലേ ചോദിച്ചാ? പണ്ടൊക്കെ ഉണ്ടാവും ഞാൻ ചെടി മേടിച്ച് വീട്ടിൽ വെക്കായിരുന്നു. ഇപ്പം പിന്നെ ഇവിടെ വെക്കാൻ സ്ഥലമില്ല. അത്രയും തറയോട് ഇട്ടേക്കണം. തറ അത് പറഞ്ഞു വീട്ടിന്റെ ഫ്രണ്ടിൽ മറ്റേ അതുകൊണ്ട് മറ്റേ പെട്ടെന്ന് ചെടികളുണ്ടെന്ന്. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴൊക്കെ ഒരു ചെറിയത് തോണ്ടി അങ്ങ് വെച്ച്. ഇപ്പൊ അതില്ല അല്ലേ? ഇപ്പൊ ഇല്ലല്ലോ. എന്നാലും ഇപ്പോഴും വാഴയുടെ റേറ്റ് ഒക്കെ അറിയാം. പിന്നെ വാഴയുടെ റേറ്റ് അറിയുന്നു. വാഴ എപ്പോഴും വാങ്ങിക്കാൻ കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു വാഴ 100 രൂപ മുതൽ 1000 രൂപ വരെയുള്ള വാഴത്തൈകളുണ്ട്. വാഴത്തൈയുടെ വില ഇക്ക നിനക്ക് പേടിച്ചു. എനിക്ക് പേടില്ല, നീ തല്ലുവോ എന്നുള്ളത്. സീരിയസ് ആയി മീശയൊക്കെ പിടിച്ച് ചേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചിട്ട് വേളയ്ക്ക് ശേഷം. ഓക്കെ. അപ്പൊ എന്തായാലും വാഴയുടെ കുറെ വിശേഷങ്ങൾ ഞാൻ അറിഞ്ഞു. ഞാൻ കുറെ ചിരിച്ചു. ഓക്കെ, ഒരുപാട് സന്തോഷം. എന്തായാലും വാഴ മൂവി റിലീസ് ഡേറ്റിന് തന്നെ എല്ലാവരും പോയിട്ട് എവിടെ പോയിട്ട് കാണണം? തിയേറ്ററിൽ പോയി. ഓഗസ്റ്റ് 15-നാണ് റിലീസ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. അതെ, വാഴ ബയോപിക് ഓഫ് ബില്യൺ ബോയ്സ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും പറ തിയേറ്ററിൽ പോയി കാണണം. ഞാൻ പറഞ്ഞു അത്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണണം വാഴ. തിയേറ്ററിൽ പോയിട്ട് വാഴ തിയേറ്ററിന്റെ ബാക്കിൽ വാഴ ഇല്ല. അവിടെയൊക്കെ വിനീത് അവിടെയൊക്കെ തിയേറ്ററിന്റെ ബാക്കിൽ വാഴ അവിടെ ഇല്ലല്ലോ, കണ്ടില്ലല്ലോ ഞങ്ങൾ. ആൾക്കാർക്ക് മനസ്സിലാവും. വാഴ പടം എല്ലാവരും പോയി കാണുക തിയേറ്റർ. അങ്ങനെ ഓക്കെ, ഡൺ. താങ്ക് യു. ഡൺ. താങ്ക് യു. രക്ഷപ്പെട്ടു.